സിബിഐക്ക് വിടാതിരിക്കുന്നത് കോൺഗ്രസ് മുതലെടുക്കുന്നത് കൊണ്ടാണോ അതല്ല അതോ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഈ സിബിഐ അന്വേഷണത്തിന് വിടാൻ സാധ്യതയുണ്ടെന്നുള്ള വാർത്തകൾ വന്നപ്പോൾ പേടിച്ചു പോയി എന്ന് സർക്കാരിനോടും മുഖ്യമന്ത്രിയോടും പറഞ്ഞേക്ക് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. അതാണ് കണക്ക് പറയുന്നതായിട്ട് കേൾക്കുന്നത്. എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതെ അതെയാ. അപ്പൊ ഏതായാലും അതിന്റെ നിയമപരമായ കാര്യങ്ങൾ പരിശോധിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പൊ അതിനെപ്പറ്റിയൊന്നും പ്രത്യേകിച്ച് പറയാനില്ല. നമ്മുടെ സമയം ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാം വിടുകയാതിരിക്കുക എന്നുള്ളത് എല്ലാ പ്രശ്നം. അതിന്റെ നിയമപരമായ പരിശോധനകൾ നടക്കട്ടെ. ആ പരിശോധനകൾ നടക്കട്ടെ. എന്നിട്ട് തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോ വളരെ തിരക്കായിട്ട് CBIക്ക് ഇവിടുത്തെ ചരിത്രങ്ങൾ നമ്മൾ കുറെ കണ്ടതാണല്ലോ. അത് ആ ഒരു ശീലക്കാരല്ലോ ഞങ്ങള്. ആവശ്യമായ പരിശോധന നടത്തിയിട്ട് നമുക്ക് തീരുമാനിക്കാം. അതായിരിക്കും. കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് 400-300 വീതം വെക്കുന്നത് കോൺഗ്രസ് ആണ്, അതാണ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ സർക്കാർ നിലവിൽ ദുരിതബാധിതർക്ക് വാടക പോലും നൽകുന്നില്ല എന്നാണ്. ഇപ്പൊ ഞാൻ സമയം കഴിഞ്ഞത് കൊണ്ട് ഞാൻ വിശദമായിട്ട് പറയുന്നില്ല. നമുക്ക് ഇനിയും വീണ്ടും പറയാലോ. പക്ഷെ ഒരു കാര്യം വ്യക്താക്കാം. ഇവിടെ കോൺഗ്രസിന്റേതായി ഏതെങ്കിലും വീടുകൾ പണിയാൻ ആരംഭിച്ചു എന്നുള്ളത് ഇതേവരെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അത് ഉണ്ടെങ്കിൽ അദ്ദേഹം പറയുന്നത് നല്ലതാണ്. കർണാടക സർക്കാർ മാത്രമല്ല, നിരവധി സംസ്ഥാന സർക്കാരുകൾ, തമിഴ്നാട്, ആന്ധ്ര, അങ്ങനെയുള്ള വിവിധ സർക്കാരുകൾ നമുക്ക് ഫണ്ട് നൽകിയിട്ടുണ്ട്. അത് അവിടെയുള്ള പുനരധിവാസത്തിന് വേണ്ടി ഉപയോഗിക്കാനുള്ളതാണ്. അതെല്ലാം സംസ്ഥാന സർക്കാരുകൾ ചെയ്യുന്നതാണ്. അതിലേതെങ്കിലും ഒരു സർക്കാർ കോൺഗ്രസ് നേതൃത്വത്തിലുള്ളതാണ് എന്നുള്ളത് കൊണ്ട് കോൺഗ്രസ് പാർട്ടിയുടെ ഫണ്ടായിട്ട് അതിനെ കണക്കാക്കാൻ പറ്റില്ല. അത് സംസ്ഥാനം തരുന്ന ഫണ്ടായിട്ട് മാത്രമേ കണക്കാക്കാൻ പറ്റൂ. ഏതായാലും ഇവിടെ കോൺഗ്രസ് പ്രഖ്യാപിച്ച വീടുകളുമായി ബന്ധപ്പെട്ട് ഒരു വീടും ഇതേവരെ പണി ആരംഭിച്ചതായി കണ്ടിട്ടില്ല. യൂത്ത് കോൺഗ്രസും ഉടനെ പ്രാവർത്തികമാക്കുമെന്ന് പറഞ്ഞിരുന്നു. അതും ഇതേവരെ കണ്ടിട്ടില്ല. അതേസമയം മറ്റൊരു യുവജന സംഘടനയായ DYFI അവര് 100 വീട് പൂർത്തിയാക്കാനുള്ള പണം നേരത്തെ തന്നെ സർക്കാരിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ പരസ്യമായി പറഞ്ഞ കാര്യങ്ങളാണ്. ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത ഘട്ടത്തിൽ കാണാം. അതാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും അടുത്ത തവണ എടുക്കാം.